ഇന്ത്യൻ നിർമ്മിത ആയുധ ശേഖരത്തിന് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ ഡിമാൻഡ് എന്നറിയാമോ? ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ആയുധങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകം ഇന്ന് ഇന്ത്യയുടെ സൈനിക കരുത്ത് കണ്ട് അമ്പരക്കുകയാണ്. 2025 പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടി, അതായത് ഓപ്പറേഷൻ സിന്ദൂർ, ഒരു കാര്യം തെളിയിച്ചു. ഇന്ത്യൻ മണ്ണിൽ നിർമ്മിച്ച ആയുധങ്ങൾ ചൈനീസ്, പാകിസ്ഥാൻ, എന്തിന് അമേരിക്കൻ ആയുധങ്ങളെ പോലും വെല്ലുന്നതാണെന്ന്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ബ്രഹ്മോസ് മിസൈലിന്റെ കരുത്ത്. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടുക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും സാധിച്ചില്ല. വെറും 23 മിനിറ്റിനുള്ളിൽ ശത്രുവിന്റെ ബങ്കറുകളും റഡാർ നിലയങ്ങളും തകർക്കാൻ ബ്രഹ്മോസിന് കഴിഞ്ഞു. ആകാശ് നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനവും കരുത്ത് കാട്ടി. ശത്രുക്കളുടെ 50-ലധികം ഡ്രോണുകളും മിസൈലുകളും ഇത് തകർത്തു. അമേരിക്കയുടെ പാട്രിയറ്റ് സിസ്റ്റത്തെക്കാൾ ചിലവ് കുറഞ്ഞതും എന്നാൽ അതീവ കാര്യക്ഷമവുമാണ് ഈ ഇന്ത്യൻ വിദ്യ. അർമേനിയ പോലുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങാൻ കോടിക്കണക്കിന് രൂപയുടെ കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ആധുനിക യുദ്ധമുറയിൽ ഡ്രോണുകൾ വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഇന്ത്യയുടെ D4 ആന്റി ഡ്രോൺ സംവിധാനം ലേസർ രശ്മികളും ജാമറുകളും ഉപയോഗിച്ച് ചൈനീസ്, ടർക്കിഷ് ഡ്രോണുകളെ നിഷ്പ്രഭമാക്കി. വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യയിൽ അതീവ താൽപര്യമാണ് പ്രകടിപ്പിക്കുന്നത്. 2014 വെറും $100 മില്യൺ മാത്രമായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇന്ന് $2.8 ബില്യൺ ഉയർന്നു. വരും വർഷങ്ങളിൽ ഇത് $10 ബില്യൺ കടക്കുമെന്നാണ് പ്രതീക്ഷ. ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ഈജിപ്ത്, ബ്രസീൽ തുടങ്ങി 100ഓളം രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യൻ ആയുധങ്ങൾക്കായി ക്യൂ നിൽക്കുകയാണ്. ചുരുക്കത്തിൽ, കുറഞ്ഞ ചെലവിൽ മികച്ച സാങ്കേതിക വിദ്യ നൽകുന്നതിലൂടെ ഇന്ത്യ ലോകത്തിലെ മുൻനിര ആയുധ കയറ്റുമതി രാജ്യമായി മാറുകയാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും ഇത് മറച്ചുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്ത് ഇന്ന് യുദ്ധക്കളങ്ങളിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.